നോമ്പുകാലത്തിൻ്റെ 6ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വാക്കാലും പ്രവൃത്തിയാലുമുള്ള ആതങ്കവാദം, ടെററിസം, അനാവശ്യ കള്ളപ്രചാരണങ്ങൾ, നുണപറച്ചിലുകൾ, തോന്നിവാസം എന്നിവയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിപ്പോകുവാൻ കർത്താവിൻ്റെ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങൾ 12:22 പറയുന്നു, കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ്, വിശ്വസ്തയോടെ പെരുമാറുന്നവൻ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. കൊളോസോസ് 3:9 പറയുന്നു, പരസ്പരം കള്ളം പറയരുത്, പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടെ നിഷ്കാസനം ചെയ്യുവൻ. ഈ ദിവസങ്ങളിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വർത്തമാനങ്ങളാണ്. ചതി, വഞ്ചന, കള്ളത്തരം, കള്ളസാക്ഷ്യം, സ്വന്തം ലാഭത്തിനു വേണ്ടി മറ്റുള്ളവർ ചെയ്ത നല്ല കാര്യങ്ങൾ പോലും സ്വന്തമാക്കുന്നവ, അല്ലെങ്കിൽ ദുഷിച്ചു പറയുന്ന അധരങ്ങളാണ് നമുക്ക് ചുറ്റും. ജനം നശിക്കുന്നു, കുടുംബങ്ങൾ നശിക്കുന്നു, നാട് നശിക്കുന്നു. അധികാരവർഗം പോലും ഇക്കാര്യങ്ങളിലാണ് താല്പര്യം കാണിക്കുന്നത് എന്നോർക്കുമ്പോൾ, എന്നാൽ ഒരുവന് ലഭിക്കുന്ന പാഠം അപരന് പാഠമാകുന്നില്ല. അതാണ് നമ്മുടെ ദുർദശ, ശാപം. ആയിരക്കണക്കിന് കുട്ടികൾ ആക്സിഡൻറ്റിൽ മരിക്കുന്നു. എന്നിട്ടും ഇന്നത്തെ യുവജനം, ചെത്തുപിള്ളേർ, ന്യൂജൻ പലതും പഠിക്കുമോ? അത് അവൻ്റെ കുഴപ്പം കൊണ്ടാ. എനിക്ക് കുഴപ്പം വരുമ്പോഴും അത് മറ്റവൻ്റെ കുഴപ്പമാണ്. ഈ ഒരു അപരനെ ചാരുന്ന, മറ്റുള്ളവനെ എല്ലാത്തിനും കുറ്റക്കാരാക്കുന്ന പ്രവണത അവസാനിക്കാത്തിടത്തോളം കാലം നമുക്ക് പഠിക്കാനും തിരുത്താനും അവസരമുണ്ടാവുകയില്ല എന്ന് ഓർക്കണം. ഒരു തലമുറയെ അല്ലെങ്കിൽ പല തലമുറകളെ നശിപ്പിച്ചിട്ട് നാം എന്ത് നേടുന്നു? എന്ത് നേടിയിട്ടെന്താ? നമ്മുടെ പഴയ കാരണവന്മാർ പറഞ്ഞു തരാറില്ലേ, താൻ കുത്തും കുഴിയിൽ താൻ തന്നെ വീഴും എന്ന്. സത്യമാണ്. പക്ഷേ നീ വീഴുന്നതുവരെ നീ നിഗളിക്കും. നീ വീണ് കഴിയുമ്പോൾ നാട്ടുകാർ ചിരിക്കും. നീ വീണില്ലെങ്കിൽ നിൻ്റെ മക്കൾ വീഴും. അപ്പോഴെങ്കിലും പഠിച്ചാൽ മതിയായിരുന്നു. സുഭാഷിതങ്ങൾ 19:9 പറയുന്നു, കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല, വ്യാജം പറയുന്നവൻ നശിക്കും എന്ന്. ഇന്ന് നിൻ്റെ നാക്കിനുള്ള ബലവും ഉളിപ്പില്ലായ്മയും നാളെ കുറയും. അപ്പോൾ മറ്റൊരുവൻ നിൻ്റെ മുകളിൽ വരും. അവൻ നിന്നെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കും. പക്ഷേ അവനും വരാൻ പോകുന്ന അവസ്ഥ ഇത് തന്നെയാണല്ലോ. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്സാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ പറയുന്നു, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അത് കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യുവിൻ. അവിടെ അഹങ്കാരത്തിന്, സ്വാർത്ഥതയ്ക്ക് സ്ഥലമില്ല, അഹംഭാവത്തിന് സ്ഥാനമില്ല. അവിടെ എളിമയുണ്ട്, നന്മയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഭാവിക്ക് വേണ്ടിയുള്ള കരുതലുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ചത്, പ്രാർത്ഥിച്ചത്, പിതാവേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. അതാണ് കർത്താവ് നമ്മളോടും പറയുന്നത്. ലൂക്കാ 17:10 നിങ്ങളും കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്ത ശേഷം, ഞങ്ങൾ അയോഗ്യദാസന്മാരാണ്, ഞങ്ങളുടെ കടമ മാത്രമേ ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളൂ എന്ന് പ്രാർത്ഥിക്കുവാൻ. അത് എളിമയാണ്, സ്വയം താഴ്ത്തലാണ്. അവിടെ ദൈവം പ്രവർത്തിക്കും, മാനസാന്തരത്തിലൂടെ പുതിയ ജീവൻ നൽകിക്കൊണ്ട്. അതിനാൽ അപരനെ ശത്രുവായിട്ടല്ല, മറിച്ച് മിത്രമായി, സഹോദരനായി, ഒരു കുടുംബത്തിലെ അംഗമായി കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഈ നോമ്പുകാലം നമ്മുടെ വിചാരങ്ങളെ, വാക്കുകളെ, പ്രവൃത്തികളെ വിലയിരുത്താൻ, ആവശ്യമുള്ളത് തിരുത്താൻ ഒരു അവസരമാണ്. അതുകൊണ്ട് സുഭാഷിതങ്ങൾ 21:23 പറയുന്നു, സ്വന്തം അധരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ 1:19 പറയുക, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരത്തിൽ തിടുക്കം കൂട്ടാത്തവരുമായിരിക്കുവിൻ. വീണ്ടും 1:21 അതിനാൽ നമുക്ക് അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് ആത്മവഞ്ചകരാകാതെ വചനത്തെ, ജീവനെ, നിത്യതയെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ശ്രമിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും സുഹൃതങ്ങളും ഈ ലോകത്തിലെ അല്പം അശുദ്ധി നീക്കാൻ ഉതകുന്നുവെങ്കിൽ സമാധാനത്തിൻ്റെ ഉപകരണമായി തീരാൻ നമുക്കും പരിശ്രമിക്കാം.